പത്മിനി അലർച്ച കേട്ടു. ഹരിയും പത്മിനിയും ഞെട്ടിത്തിരിച്ചു നിന്നു. കത്തുന്ന കണ്ണുകളോടെ പത്മിനിയുടെ അച്ഛൻ നിന്ന നിൽപ്പിൽ വിറച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു. ഒരച്ഛന്റെ ഏറ്റവും ന്യായമായ വികാരത്തിൽ ഹരിക്കും പത്മിനിക്കും ഉത്തരമില്ലായിരുന്നു. മുന്നോട്ട് ആഞ്ഞു വന്ന അച്ഛന്റെ കാൽക്കൽ പത്മിനി ചേർത്ത് പിടിച്ചു. ഒന്നും മിണ്ടാനാവാതെ അച്ഛൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹരിക്കും പത്മിനിക്കും ഇടയിൽ നിശബ്ദത കനത്തിരുന്നു. പോകുന്നതിനു മുമ്പായി ഹരിക്ക് മുന്നിലേക്ക് ചെന്നു കണ്ണുകളിൽ നോക്കി പത്മിനി പറഞ്ഞു, നിങ്ങളോട് തോന്നിയ ഈ സ്നേഹം അത് പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മുന്നിലിപ്പോ, എൻ്റെ ഹൃദയത്തിലിപ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പത്മിനിയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാവും. പറഞ്ഞ് അവസാനിച്ചു പോകുമ്പോൾ ഏറ്റവും ദുർബലമായ വാദങ്ങൾ ഹരി എതിർക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ മൗനമായിരിക്കുന്ന അച്ഛൻ്റെ അരികിലേക്ക് പത്മിനി ചെല്ലുമ്പോൾ കുറ്റബോധം കൊണ്ട് അവളുടെ തല താഴ്ന്നിരുന്നു. മിണ്ടാതെ പരിഭവിച്ചിരിക്കുന്ന അച്ഛൻ്റെ അരികിലേക്ക് അവൾ ചേർന്നിരുന്നു. അച്ഛ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അയാൾ അല്പസമയത്തിനു ശേഷം മൂളി. അവൾ എഴുന്നേറ്റ് അയാൾക്ക് മുന്നിലായി മുട്ടുമടക്കി മുഖത്തേക്ക് നോക്കിയിരുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കണ്ണു നിറഞ്ഞ ചങ്ക് പൊട്ടുന്ന അയാൾ അന്ന് അവളെ ആശ്വസിപ്പിച്ചില്ല. അവൾ വിങ്ങി വിറച്ചു പറഞ്ഞു, അച്ഛ, വിവാഹം എന്നത് ഞാൻ സ്നേഹിക്കപ്പെടുന്ന ആളുടെ കൂടെ ആവുന്നതല്ലേ ഭംഗി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അറിയാത്ത ഒരാളെ 5 മിനിറ്റ് കണ്ട് ഒരു ചായ കൊടുക്കുന്ന സമയത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യേണ്ടി വരിക. ഒന്ന് ആലോചിച്ചു നോക്കൂ. 5 മിനിറ്റ് പരിചയമുള്ള വ്യക്തിയാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ സ്നേഹിക്കേണ്ടി വരുന്നത്, കൂടെ കഴിയേണ്ടി വരുന്നത്. അതിലും എത്ര നല്ലതാണച്ച ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുന്നത്, പരസ്പരം സ്നേഹിക്കുന്നത്, മനസ്സിലാക്കുന്നത്, താങ്ങാവുന്നത്, തണലാകുന്നത്. അതിലും മനോഹരമായി മറ്റെന്താണുള്ളത്? നീ അച്ഛൻ്റെ പ്രശ്നം ഹരിക്ക് നമ്മളുടെ അത്രയും സാമ്പത്തികം ഇല്ല എന്നതാണെങ്കിൽ അതിനു കാരണമാണോ? പൈസക്കപ്പുറം അല്ലേ ചില ബന്ധങ്ങൾ, സ്നേഹങ്ങൾ. ഇനി ഹരിക്കുള്ളത് എടുത്തു പറയാൻ നല്ല കുടുംബമഹിമ ഇല്ലാത്തതോ? ഒരാളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അതിനു മാത്രമേ സമയം കാണുള്ളൂ. ഒരാളുടെ അച്ഛനോ അമ്മയോ ചെയ്ത പോയൊരു തെറ്റിന് മൂന്നാമതൊരാൾ കുറ്റക്കാരൻ ആകുന്നതെന്തിനും? ഞാൻ സ്നേഹിച്ചത് ഹരി എന്ന് പറയുന്നൊരു വ്യക്തിയെ മാത്രമാണ് അച്ഛ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, ഏറ്റവും ചെറിയ പ്രായത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു മനസ്സുണ്ട്. വളർന്നു വന്ന സാഹചര്യം മൂലം ചില വാശികൾ ഉണ്ടാവാം. അതൊക്കെ തണലായി വരുന്ന ആളുടെ സ്നേഹത്തിന് മുന്നിൽ ഇല്ലാതെയാകും. എനിക്കുറപ്പുണ്ട്. എൻ്റെ സന്തോഷമാണ് അച്ഛന് വലുതെങ്കിൽ എനിക്ക് വേണ്ടി അച്ഛൻ വേറൊരാളെ നോക്കേണ്ട ആവശ്യം ഇല്ല. അതല്ല, അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ ഞാൻ വിവാഹം ചെയ്യാം. പക്ഷേ ഞാൻ സന്തോഷത്തോടെയാണ് ആ ബന്ധം സ്വീകരിക്കുന്നത് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്നാവും. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളൊന്നും മിണ്ടാതെ അവളെ നോക്കി. അയാൾക്കറിയാം ഹരി വിശ്വസ്തനായ വ്യക്തിയാണെന്ന്. പക്ഷെ മനസ്സുകൊണ്ട് അയാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മകൾ ഒരുപാട് വളർന്നിരിക്കുന്നു, ചിന്തകൾ കൊണ്ടും പക്വത കൊണ്ടും. അവളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവൾ പഠിച്ചിരിക്കുന്നു. നെഞ്ചിൽ കിടന്ന് പരിഭവം പറഞ്ഞവളിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു. അയാൾ ഒന്നും മിണ്ടാനാവാതെ കുറച്ചുനേരം നിശബ്ദമായിരുന്നു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. 25 വയസ്സുകാരിയെ കാണാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾക്കിപ്പോഴും അവൾ പല്ലില്ലാത്ത മോണ കട്ടിച്ചിരിക്കുന്ന കുഞ്ഞു പെണ്ണാണ്. അയാൾ മെല്ലെ പറഞ്ഞു, നിന്റെ ഇഷ്ടം. അവൾ വിശ്വാസം വരാതെ അയാളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? അയാൾ തലവെട്ടിച്ചു മെല്ലെ പറഞ്ഞു, ഇല്ല. അവൾ മനസ്സ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞ് അയാളുടെ മടിയിൽ മുഖം ചേർത്ത് വെച്ചു. അയാൾ അവളുടെ മുകളിൽ തലോടി. എന്തിനാണ് എന്നറിയാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അച്ഛൻ്റെ മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ഹരി ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരുന്നു. വേർപാടുകൾ ഏറ്റവും നനത്ത ഓർമ്മകളായി മാറിക്കഴിഞ്ഞിരുന്നു. ഹരിയുടെയും പത്മിനിയുടെയും വിവാഹം ഉറപ്പിച്ചു. വിവാഹത്തിന് ക്ഷണക്കത്ത് പഴയ ചുരുളൻ മുടിക്കാരിയായി നീട്ടുമ്പോൾ അവൻ മുഖത്ത് വളക്കാതെ വിളറി വെളുത്ത് കത്ത് വാങ്ങിച്ചു. അന്ന് പത്മിനിയെ ചേർത്ത് പിടിച്ചു. തലയുയർത്തി അവൻ നടക്കാൻ പോകുമ്പോൾ അവൾ നോവോടെ നോക്കി നിന്നു. അധികം ആളുകൾ ഇല്ലാതെ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ഒരുപാട് ആർഭാടങ്ങൾ ഇല്ലാതെ വിവാഹം തീരുമാനിക്കപ്പെട്ടു. വിവാഹത്തിൻ്റെ തലേ ദിവസം അത്യാവശ്യമായി ഒന്ന് കാണുമെന്ന് പത്മിനി വിളിക്കുന്നത് കണ്ട് പെട്ടെന്ന് ആവശ്യം എന്താണ് എന്നവൻ ചോദിച്ചപ്പോൾ ഒരു സ്ഥലം വരെ പോകണം എന്നായിരുന്നു അവളുടെ ഉത്തരം. അവളുടെ കൂടെ കാറിൽ പോകുമ്പോൾ ഹരിക്കറിയില്ലായിരുന്നു എവിടെയാണ് പോകുന്നതെന്ന്. കുന്നിൻ ചെരുവിലെ ഒരു ചെറിയ വീടിന് മുന്നിൽ കാർ ചെന്ന് നിന്നപ്പോൾ ഹരി സംശയത്തോടെ ചോദിച്ചു, ഇതാരുടെ വീടാണ് എന്ന് പത്മിനി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ചെറിയ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. ആരുമില്ലാഞ്ഞിട്ടാണ് പത്മിനി ഡോറിൽ ചെറുതായി ഒന്ന് മുട്ടിയത്. അപ്പോൾ മെലിഞ്ഞ തലയിൽ നിറയെ നരം ബാധിച്ചൊരു സ്ത്രീ ഇറങ്ങി വന്നത് കണ്ട് ഹരി ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അതേ മുഖച്ഛായുള്ള സ്ത്രീയെ വീണ്ടും കാണേണ്ടി വന്നു. ഒരിക്കൽ ഒരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞു പോയ പെണ്ണൊരുത്തി. അവർ സംശയത്തോടെ ദയനീയമായി ഹരിയെ നോക്കി നിന്നു. ഹരി ദേഷ്യം കൊണ്ട് വിറങ്ങലിച്ചു നിന്നു. പത്മിനി മുന്നിലേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അമ്മയുടെ മകനാണ് ഹരി. അവൻ ഞെട്ടി വിറച്ചു പിറകോട്ട് പോയി. അവർ അലറി കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി ഹരിയെ നോക്കി. ജീവിച്ചിരിക്കുന്ന ഒരമ്മയുടെ അവകാശമാണത്. തെറ്റോ ശരിയോ ചെയ്യേണ്ട. നിറഞ്ഞ മനസ്സോടെ അവർ അനുഗ്രഹിക്കുമ്പോൾ ഹരിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞു നിന്നിരുന്നു അവരുടെ മുഖത്തേക്ക് നോവോടെ നോക്കുമ്പോൾ അവർ മുഖം പൊത്തി കരയുകയായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഒന്നും മിണ്ടാതെ ഹരി ഇരിക്കുമ്പോൾ പത്മിനി
അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. അവളുടെ വിരലുകൾ ചേർത്ത് വെച്ച് ഹരി ചുംബിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പ് പുരണ്ടിരുന്നു.